ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന. ഇതിലെ ഈ ചാപ്റ്ററിലെ വീഡിയോ പാർട്ട് 3 ആണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള വീഡിയോയിൽ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തുടക്കം ഐസോട്ടോപ്പ്, ഐസോബാർ ഇതിനെക്കുറിച്ചാണ്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ എലമെൻ്റ് തന്നെ. ഐസോട്ടോപ്സ് ഹാവ് സെയിം ആറ്റോമിക് നമ്പർ, ദേ ഹാവ് ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ്. ഒരേ ആറ്റോമിക് നമ്പറും മാസ് നമ്പേഴ്സിൽ വ്യത്യാസം വരുന്ന തരത്തിലുള്ളതാണ് അങ്ങനത്തെ എലമെൻറ്റ്സ്. ആ എലമെൻറ്റ്സ് ആണ് ഈ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജന് തന്നെ 3 ഐസോട്ടോപ്പ് ഉണ്ട്: പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. അതിനെക്കുറിച്ചാണ് ഇവിടെ തുടങ്ങുന്നത്. അതിൽ ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, അതുപോലെ വ്യത്യസ്ത ആറ്റോമിക് നമ്പർ ആയിരിക്കും. ഐസോട്ടോപ്പിൽ ഒരേ എലമെൻ്റ് ആയിരിക്കും, വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. ഐസോബാറിൽ വ്യത്യസ്ത എലമെൻ്റ് ആയിരിക്കും. ഐസോബാർസ് ആർ ആറ്റംസ് ഹാവിങ് ദ സെയിം മാസ് നമ്പേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പേഴ്സ്. ഇതാണ് ഐസോബാർ. ഇവിടെ നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടി ഒരു ടേബിളുണ്ട്. ആ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഇതിൽ ഫിഗർ തന്നിട്ടുണ്ട്. ഹൈഡ്രജനിൽ ആറ്റോമിക് നമ്പർ 1 ഉള്ളു, പ്രോട്ടിയം ഉണ്ട്. അതുപോലെ ആറ്റോമിക് നമ്പർ 1 തന്നെ ഡ്യൂറ്റീരിയം, അവിടെ മാസ് 2 ആണ്. അതുപോലെ ട്രിഷ്യം, അവിടെ ആറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ തന്നെ, പക്ഷേ മാസ് നമ്പർ 3 ആണ്. അപ്പോൾ അവിടെ വ്യത്യാസം നോക്കുക. ഇവിടെ ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ. ന്യൂട്രോണിൻ്റെ എണ്ണമില്ല. ഇവിടെ ഒരു പ്രോട്ടോൺ, ഒരു ന്യൂട്രോണും, ഒരു ഇലക്ട്രോണും. ഇവിടെ 2 ന്യൂട്രോണുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെയിം ആറ്റോമിക് നമ്പർ ഹൈഡ്രജൻ തന്നെയാണ്, അതിൽ മാസ് നമ്പറിൽ വ്യത്യാസം. അപ്പോൾ അതിനെ പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം ഇങ്ങനെ 3 പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം പ്രോട്ടിയം പ്രോട്ടോൺസിൻ്റെ എണ്ണം 1, ന്യൂട്രോൺസ് ഇല്ല, സാധാ ഹൈഡ്രജൻ പോലെ തന്നെ. ഇനി ഇലക്ട്രോൺ 1, ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പറും 1 തന്നെ. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, സാധാരണ ഹൈഡ്രജനെ പോലെ. ഇനി ഡ്യൂറ്റീരിയസിന് പ്രോട്ടോൺ 1, ന്യൂട്രോൺ തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ 1, ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ ഇവിടെ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്, 1 2. ട്രിഷ്യം പ്രോട്ടോൺ 1 ഉള്ളൂ, പടത്തിൽ വ്യക്തമാണ്. പ്രോട്ടോൺ 1, ന്യൂട്രോൺ 2 ഉണ്ട്, ഇലക്ട്രോൺ 1 ആണ്, ആറ്റോമിക് നമ്പർ 1 തന്നെ. ഇനി മാസ് നമ്പർ വരുമ്പോൾ 2 ന്യൂട്രോണും ഒരു പ്രോട്ടോണും ഉണ്ട്, അപ്പോൾ മാസ് നമ്പർ 3. ഇനി ഇതിൻ്റെ ആ ടേബിളിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ആറ്റോമിക് നമ്പർ ഓഫ് ദീസ് ആറ്റംസ്? ഇതെല്ലാത്തിൻ്റെ, ഇത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. ആറ്റോമിക് നമ്പർ എല്ലാത്തിൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. വിച്ച് ഈസ് ദ എലമെൻറ്റ് ഹാവിങ് ആറ്റോമിക് നമ്പർ 1? അപ്പോൾ 1 ആറ്റോമിക് നമ്പർ ഉള്ളത് ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, നമുക്കറിയാം. അത് എഴുതി വെച്ചേക്കാം. വിച്ച് ഈസ് ദ എലമെൻറ്റ് ഹാവിങ് ആറ്റോമിക് നമ്പർ 1? ഹൈഡ്രജൻ. Then all these 3 are hydrogen atoms. In the number of which particle do these atoms differ? ഇവിടെ ഏത് പാർട്ടിക്കിളിൻ്റെ നമ്പറാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? നമുക്കറിയാം പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പറിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇവിടെ മാസ് നമ്പറിൽ വ്യത്യാസം വരുന്നു, അത് ന്യൂട്രോണിൻ്റെ നമ്പറിലെ വ്യത്യാസം കൊണ്ടാണ്. ഇവിടുത്തെ ആൻസർ ന്യൂട്രോൺ. Are the mass number of these atoms same? മാസ് നമ്പർ സെയിം അല്ല. മാസ് നമ്പർ സെയിം അല്ലാത്തതാണ് ഇവിടുത്തെ വ്യത്യാസം. വിച്ച് ഓഫ് ദം ഹാസ് നോ ന്യൂട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസ്? വിച്ച് ഓഫ് ദം ഹാസ് നോ ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയസ്? ആദ്യത്തേത് പ്രോട്ടിയം സാധാരണ ഹൈഡ്രജൻ ആറ്റം, സാധാരണ ഹൈഡ്രജൻ ആറ്റം പോലെ തന്നെ, അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം 0 ആണ്. വിച്ച് ഓഫ് ദം ഹാസ് നോ ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയസ്? അത് പ്രോട്ടിയം. Isotopes are different atoms of the same element having the same atomic number but different mass numbers. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഫിഗറിൽ 6 പ്രോട്ടോൺ 6 ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ 1 2, രണ്ടാമത്തെ ഷെല്ല് 4. അപ്പോൾ 6 പ്രോട്ടോൺ 6 ഇലക്ട്രോൺ 6 ന്യൂട്രോൺ. അടുത്തതിൽ 6 പ്രോട്ടോൺ, അത് ഫിഗറത്തിൽ തന്നിട്ട് നമ്മൾ എടുത്തെഴുതുന്നത് മാത്രമേ ഉള്ളൂ.
6 പ്രോട്ടോൺ, ന്യൂട്രോൺ അവിടെ 7 എന്നിട്ടുണ്ട്, 7 ന്യൂട്രോൺ, 2 4 6 ഇലക്ട്രോൺ. അടുത്തതിൽ 6 പ്രോട്ടോൺ 6 ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവിടെ 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8 ന്യൂട്രോൺ. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. ഇത് ഐസോബാറിനെ കുറിച്ചാണ് പറയുന്നത്. ഐസോബാർസ് ആർ ആറ്റംസ് ഹാവിങ് ദ സെയിം മാസ് നമ്പേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പേഴ്സ്. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആവും, പക്ഷേ മാസ് നമ്പർ സെയിം ആയിരിക്കും. നമുക്കിത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ വരും. അവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യത്തേത് പ്രോട്ടോണിൻ്റെ എണ്ണം ഫിഗറിലുണ്ട് 18 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കുമല്ലോ, അപ്പോൾ 18. ന്യൂട്രോണിൻ്റെ എണ്ണം ഇവിടെ 22 എന്ന് തന്നിട്ടുണ്ട്, അത് 22. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണമായിരിക്കും, അപ്പോൾ അത് 18. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സമ്മാണ്. 18, പ്രോട്ടോണിൻ്റെ 18ഉം ന്യൂട്രോണിൻ്റെ 22, അപ്പോൾ 40. ഇനി അടുത്തത് അത് മറ്റൊരു എലമെൻ്റ് ആണ്. അപ്പോൾ അവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം 19 എന്ന് പറഞ്ഞിട്ടുണ്ട്, 19. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും 19, അത് ഇവിടെ തന്നെ അത് തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫിഗറിലുണ്ട് 21 ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണമാണ്, അതായത് 19. ഈ 18 കഴിഞ്ഞ് അടുത്ത 19 ആണ്. ഇനി മാസ് നമ്പർ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം ഇവിടെ 19 ഉണ്ട്, 21 ഉണ്ട്, അപ്പോൾ അതും 40 തന്നെ. അടുത്തത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഫിഗറിലുണ്ട് 20 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 20 ആണ്. ന്യൂട്രോൺ 20 ആണെന്ന് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 20 20 40. അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പർ 18 19 20 ആണ്. അപ്പോൾ വ്യത്യസ്ത എലമെൻസ് ആണ്, പക്ഷേ ഇതിൻ്റെ എല്ലാം ഈ മൂന്നിൻ്റെ മാസ് നമ്പർ തുല്യമാണ്. അപ്പോൾ വ്യത്യസ്ത അറ്റോമിക് നമ്പർ, അതായത് വ്യത്യസ്ത എലമെൻസ്, അതിന് ഒരേ മാസ് നമ്പർ വരുന്നു. ഇതാണ് ഐസോ ബാറുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആ ടേബിളിൻ്റെ താഴെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് മാസ് നമ്പേഴ്സ് ഓഫ് ദീസ് എലമെൻറ്റ്സ്? ഇതിൻ്റെ മാസ് നമ്പേഴ്സ് സെയിം ആണ്. മാസ് നമ്പേഴ്സ് ആർ സെയിം. ആറ്റോമിക് നമ്പേഴ്സ് ദ സെയിം. ആറ്റോമിക് നമ്പേഴ്സ് ഒരേപോലെ അല്ല, വ്യത്യസ്ത ആറ്റോമിക് നമ്പറാണ്. അപ്പോൾ ഐസോബാർസ് ആർ ആറ്റംസ് ഹാവിങ് ദ സെയിം മാസ് നമ്പേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പേഴ്സ്. ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പർ ആകുമ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. They are atoms of different elements in which the number of, അതായത് ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ, അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ മാസ് നമ്പർ ഈക്വൽ ആയിരിക്കും. ഇനി ലേറ്റസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. എല്ലാം കൂടെ ചെയ്യുമ്പോൾ വീഡിയോ വല്ലാണ്ട് നീണ്ടുപോകും. അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിൽ ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം.